അടിസ്ഥാനപരമായിട്ട് പിണറായി വിജയൻ അയാളുടെ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വെറുപ്പിനെ സ്വാംശീകരിച്ച് സമാഹരിച്ച് ഒരു ചാനലൈസ് ചെയ്ത് ഒരു എന്താ പറയുക ആ ഒരു എതിർപ്പിനെ വോട്ടാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത്. അത് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യാൻ ശ്രമിക്കുന്നത് പഴയതുപോലെ വിജയിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ UDF ഉള്ളിലെ ചില പ്രശ്നങ്ങളുകൊണ്ടാണ്. NDA സംബന്ധിച്ചിടത്തോളം അവർ തേർഡ് ഫോഴ്സായി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ തേർഡ് ഫോഴ്സ് ആകാനുള്ള അല്ലെങ്കിൽ ഒരു മൂന്നാം ബദലാകാനുള്ള ആളോ അല്ലെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമോ ഇപ്പോഴും കേരളത്തിൽ ഒരുങ്ങി വന്നിട്ടില്ല. കേരള രാഷ്ട്രീയം കൃത്യമായി ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് മുന്നണികൾക്കിടയ്ക്ക് തന്നെയാണ്. പക്ഷേ ഈ കേരളത്തിൽ ഹിന്ദുത്വ മുന്നോട്ട് വച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിന് വലിയ കാര്യമായി ആളെ കൂട്ടാൻ കഴിയില്ല എന്ന് അവർ തന്നെ, പ്രത്യേകിച്ച് RSS തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുത്വം എന്നൊക്കെ പറയുന്നത് അവർ മേമ്പൊടിയായിട്ട് അല്ലെങ്കിൽ അതൊരു അവരുടെ ഇടയിലുള്ള ആളുകളെ ഒന്ന് എനർജൈസ് ചെയ്ത് നിർത്താനുള്ള ഒരു സംഭവം എന്ന് കവിഞ്ഞിട്ട് പൊതുസമൂഹത്തിലേക്ക് അത് ഇറക്കി വിട്ടാൽ അത്രയ്ക്ക് പ്രയോജനപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പരമ്പരാഗത സങ്കല്പങ്ങളിൽ ഉറച്ചുപോയ രണ്ട് മുന്നണികൾക്കിടയിലേക്ക് ഏത് രാഷ്ട്രീയവുമായി കടന്നു ചെല്ലണമെന്ന് അവർക്ക് ഇപ്പോഴും കാര്യമായ നിശ്ചയമില്ല. നമ്മൾ ഇപ്പോൾ ഒരു പൊതുവിൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ഏതാണ്ട് ഈ ചർച്ചയിൽ പറഞ്ഞു, ഏതാണ്ട് മൂന്ന് മുന്നണികളുടേത്. ഇപ്പം നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂസ് എന്തായിരിക്കും? ഇപ്പം ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ മാനിഫെസ്റ്റോ അവർ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അവർ പ്രധാനമായിട്ടും 10 വർഷമായിട്ട് കേരളത്തിൽ ഇതുവരെ കാണാത്ത വികസനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള ഒരു നിലയിലാണ് അവർ വയ്ക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മുന്നോട്ട് വെച്ചിട്ടുള്ള പോയിന്റ് മറ്റേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഫർദർ ഇൻറ്റൻസിഫിക്കേഷൻ അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ അങ്ങനെ വളരെ സൂക്ഷ്മ തലത്തിൽ അതെല്ലാം എത്രത്തോളം നടപ്പിലാക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഉദാഹരണത്തിന് ഇപ്പം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്ട്രീറ്റ് ഡോഗ് അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് അതിനു വേണ്ടുന്ന ഷെൽട്ടർ ഒരുക്കും സുപ്രീം കോടതി വിധി പ്രകാരം. ഇങ്ങനെയൊക്കെയുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇവർ UDFും ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഇതേ പോയിന്റുകളൊക്കെ തന്നെയാണ് അതിലും വരുന്നത്. പക്ഷേ ഒരു ജനറൽ ഇതിലെന്ന് പറഞ്ഞാൽ UDF ഇപ്പോഴും ബാങ്ക് ചെയ്യുന്നത് ഒരു പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനത്തിലല്ലേ അവരുടെ പ്രധാന അജണ്ട വയ്ക്കുന്നത്. തീർച്ചയായും അത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരിക്കലും 70% ജനങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല. കാരണം നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ വീടുകളിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ഈ മാനിഫെസ്റ്റോ കൊടുക്കുമ്പോൾ അതെങ്കിലും മൂലയ്ക്ക് വലിച്ചെറിയും. എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ആ ലിസ്റ്റ് കാണിച്ചാൽ വോട്ട് ചെയ്യുന്നത്. അത് മാത്രം അവർ വാങ്ങിച്ചു. കാരണം മാനിഫെസ്റ്റോ വായിക്കാനും അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിന് സമയം കളയാൻ സാധാരണ മനുഷ്യന് വോട്ടർക്ക് താല്പര്യമില്ല. അപ്പോൾ LDFിൻ്റെ മാനിഫെസ്റ്റോയും UDFിൻ്റെ മാനിഫെസ്റ്റോയും അടിസ്ഥാനപരമായിട്ട് ഏട്ടിൽ കണ്ട പശുവാണെന്നാണ് പൊതുവെ ആളുകളെ എല്ലാവരുടെ ഒരു വിശ്വാസവും ധാരണയും. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കാനുള്ളത് അടിസ്ഥാനപരമായിട്ട് ഈ പിണറായി വിരുദ്ധ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കപ്പെടും എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. കാരണം അതൊരു രാഷ്ട്രീയമുണ്ട്, അതൊരു നല്ലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം വെച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ ജോലി അടിസ്ഥാനപരമായിട്ട് ഭരണപക്ഷത്തിനെ ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം താത്വികമായ വിഷയങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ വരുള്ളൂ. അടിസ്ഥാനപരമായിട്ട് പിണറായി വിജയൻ അയാളുടെ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വെറുപ്പിനെ സ്വാംശീകരിച്ച് സമാഹരിച്ച് ഒരു ചാനലൈസ് ചെയ്ത് ഒരു എന്താ പറയുക ആ ഒരു എതിർപ്പിനെ വോട്ടാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് പ്രതിപക്ഷത്തിന് ചെയ്യാനുള്ളത്. അത് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യാൻ ശ്രമിക്കുന്നത് പഴയതുപോലെ വിജയിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ UDF ഉള്ളിലെ ചില പ്രശ്നങ്ങളുകൊണ്ടാണ്. അത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വാസ്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം പഴയതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ വളരെ പോപ്പുലറായിട്ടുള്ള നേതൃത്വം UDFിന് ഇല്ല ഇപ്പോഴും. ഈ AK ആന്റണി, കരുണാകരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അത്രയും വരുന്ന ഒരു പോപ്പുലറായിട്ടുള്ള നേതൃത്വം UDFിന് ഇല്ലാത്തത് കൊണ്ട് ഇത് ഏത് വഴിക്ക് ചാനലൈസ് ചെയ്ത് പോകുന്നത് ആദ്യമേ ചിന്തിക്കാനുള്ള ഒരു കരുത്ത് അവർക്കില്ല.